ഹലോ വിയേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് എല്ലാവർക്കും ഇഷ്ടമുള്ള, എസ്പെഷ്യലി കുട്ടികൾക്ക്, ഒരു മസാല പൂരിയാണ് കേട്ടോ. ആദ്യം മസാല ഉണ്ടാക്കാനായി നമ്മളൊരു 4 ഉരുളക്കിഴങ്ങ് എടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് രണ്ടായി മുറിച്ച് അതിനെ ഒന്ന് കുക്കറിൽ വേവിക്കാൻ പോവാണ് കേട്ടോ. സോ വേവിച്ച ശേഷം നമ്മളതിനെ ഒന്ന് തോലൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് മസാല പൂരിക്കായി ഒരു പാത്രത്തിൽ 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക. അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഞാൻ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ദെൻ അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ദെൻ മുളക് പൊടി, ഗരം മസാല പൊടി, അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ്, ദെൻ അതിലേക്ക് ഞാൻ 1 സ്പൂൺ അജ്വൈൻ കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഓമം. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഉടച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും. എല്ലാം കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. മസാലപ്പൂരിയുടെ മാവ് റെസ്റ്റ് ചെയ്യട്ടെ. ബൈ ദ ടൈം ഒരു പാനിൽ കടുക്, പെരുംജീരകം, 1 സ്പൂൺ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ദെൻ ചുവന്ന മുളക്, പിന്നെ കറിവേപ്പില, അതെല്ലാം കൂടി നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 വലിയ ഉള്ളി മുറിച്ച് കൊടുക്കുക കേട്ടോ, മുറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തോല് ഉരിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ച് മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ ഇന്ന് ഇത്തിരി ഒഴിച്ചുകറി പോലെയാണ് ഉണ്ടാക്കണം. മസാല ദോശയ്ക്ക് കട്ടയ്ക്ക് ഉണ്ടാക്കണ പോലെ മസാല ഉണ്ടാക്കണില്ല കേട്ടോ. അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ദെൻ മല്ലിയില വിതറി കൊടുക്കുക. അടിപൊളി മസാല തയ്യാറാണ്. ഇനി നമുക്ക് മസാല പൂരി ഉണ്ടാക്കാം. മസാല പൂരിക്ക് കുഴച്ച് വെച്ച മാവൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ ഉരുളകളാക്കി എടുത്ത് അതിനെ വട്ടത്തിൽ പരത്തുക. വട്ടത്തിൽ പരത്താൻ കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു അടപ്പ് വെച്ചിട്ട് അതിനെ റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരുവിധം വട്ടത്തിൽ പരത്തണമുണ്ട്, ഞാനത് അങ്ങനെ തന്നെ വെക്കുകയാണ്. ഒരുപാട് വലുതായിട്ട് പരത്തരുത് കേട്ടോ. പൂരിക്ക് നമ്മളൊരു ചെറിയ വട്ടം മാത്രമേ പരത്താൻ പാടുള്ളൂ. അങ്ങനെ എല്ലാം പരത്തി വെച്ച് കഴിഞ്ഞ് ഓരോന്നായി നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഓരോന്നായി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതാ ഓരോന്നായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുമോ, എല്ലാവരും വേഗം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കോൺ കൂടി പ്രസ് ചെയ്യൂ. ആൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോവുമായി നാളെ കാണാം. എല്ലാവരും പൂരി ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും കേട്ടോ. ഹാപ്പി കുക്കിംഗ്.